നന്ദിനി, താനൊന്ന് ആലോചിച്ച് നോക്കി. അവരമ്മയുടെ ബന്ധുക്കളാണെങ്കിൽ അമ്മയുടെ കൂടെയുള്ള 3 ഭൂതഗണങ്ങളെ കൂടെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അവര് നമ്മളോട് റോഡിൽ അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക. സാർ ഇത് എന്തൊക്കെയാ പറയുന്നേ? സാർ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നത്തെ എന്റെ ഉറക്കം കളഞ്ഞവരാ താഴെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങുന്നേ? സാർ ഇപ്പൊ താഴെ ചെന്ന് ബഹളം ഉണ്ടാക്കിയാല് അതെന്നെയാ ബാധിക്കുക. ഞാൻ സാറിനോട് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിച്ചു എന്ന് പറയും. എനിക്കിത് കേൾക്കാൻ വയ്യ സർ. സാർ താഴേക്ക് വരണ്ട. ശരി, താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഭക്ഷണം കഴിച്ച ഉടനെ അവരിവിടുന്ന് പോയിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. ശരി, ഞാൻ പറയാം. താൻ പറഞ്ഞില്ലെങ്കിൽ ഞാനേ താഴേക്ക് അങ്ങ് വരും. കുത്തിരി പിടിച്ച എല്ലാത്തിനെയും വെളിയിലിറക്കം ചെയ്യും. അതൊന്നും വേണ്ട സർ. ആദ്യം അവര് ആരാണെന്ന് ഞാനൊന്ന് അറിയട്ടെ, എന്നിട്ട് മതി എന്ത് പ്രശ്നം. അതെ, പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. പത്മാവടത്തിന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാ രാക്ഷസന്മാരായിരിക്കും. ആ കാര്യം ഉറപ്പിച്ചോ? ശരി, സാറ് കിടക്ക്. ഞാൻ താഴെ ചെന്ന് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഈ നാശങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയൊക്കെ കുടിക്കില്ലായിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അഥവാ ഉറങ്ങിപ്പോയാലും ഇടയ്ക്ക് താൻ എന്നെ വിളിക്കണം. അവരുടെ കാര്യം പറയണം. അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഓക്കെ? ശരി സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. വീടരുത് അവരെ, വീടരുത് നന്ദിനി. മക്കളെ, റൂമൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.